In this video, we are going to discuss about stresses in thick cylinder. It is otherwise known as Lami's problem of thick cylindrical shell. അപ്പോൾ ലാമീസ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമീസ് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നത് ഒരു തിക്ക് സിലിണ്ടറിക്കൽ ഷെല്ലിൻ്റെ 2 ഡയമെൻഷണൽ കേസിനെയാണ് ലാമീസ് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത തിക്ക് സിലിണ്ടറിക്കൽ ഷെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റഡ് ടു സീറോ ബോഡി ഫോഴ്സ്. അപ്പോൾ സീറോ ബോഡി ഫോഴ്സ് അഫക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു തിക്ക് സിലിണ്ടറിക്കൽ ഷെല്ലിൻ്റെ 2 ഡയമെൻഷണൽ കേസിനെയാണ് എന്ത് ഡിഫൈൻ ചെയ്യുന്നത്, ലാമീസ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു തിക്ക് സിലിണ്ടറിക്കൽ ഷെൽ എന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിളാണ്, ആക്സി സിമെട്രിക് പ്രോബ്ലത്തിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ ലാമീസ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് പറയാം, ഒരു ആക്സി സിമെട്രിക് പ്രോബ്ലം ആണെന്ന് പറയാം. അപ്പോൾ ആക്സി സിമെട്രിക് പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടാൻജൻഷ്യൽ വൈസ് അതെന്തായിരിക്കും, സിമെട്രിക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഇൻ ടാൻജൻഷ്യൽ ഡയറക്ഷൻ അനുസരിച്ചുള്ള ഡിസ്റ്റൻസിനനുസരിച്ച് സ്ട്രെസ്സിനുണ്ടാകുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് സ്ട്രെസ് ഇൻ തിക്ക് സിലിണ്ടേഴ്സ്. തിക്ക് സിലിണ്ടറിൻ്റെ കേസിൽ എന്തായിരിക്കും സ്ട്രെസ്സ് വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനിയും ഒരു കാര്യം കൂടി ഞാൻ പറയാം. തിക്ക് സിലിണ്ടറും തിൻ സിലിണ്ടറും എന്ന് പറഞ്ഞാൽ 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. തിൻ സിലിണ്ടർ ഓൾറെഡി MOSനകത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിക്ക് സിലിണ്ടർ എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ് ടു ഡയമീറ്റർ റേഷ്യോ എന്ന് പറഞ്ഞാൽ വാൾ തിക്നെസ് ടു ഇൻറ്റേർണൽ ഡയമീറ്റർ റേഷ്യോ വെച്ചിട്ടാണ് ഇതിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ T/D റേഷ്യോ എന്ന് പറയുന്നത് <20 ആണെങ്കിൽ അതിനെ തിൻ സിലിണ്ടറിക്കൽ ഷെൽ എന്നും, T/D റേഷ്യോ എന്ന് പറഞ്ഞാൽ തിക്നെസ് ടു വാൾ തിക്നെസ് ടു ഇൻറ്റേർണൽ ഡയമീറ്റർ റേഷ്യോ അതെന്ന് പറയുന്നത് <20 ആണെങ്കിൽ അതിനെ നമുക്ക് തിക്ക് സിലിണ്ടറിക്കൽ ഷെൽ എന്നും നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്ട്രെസ് കമ്പോണൻസ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് സ്ട്രെസ് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ആക്സിസിമെട്രിക്. ആക്സിസിമെട്രിക്കിൻ്റെ കേസിലുള്ള സ്ട്രെസ് കോമ്പാറ്റിബിലിറ്റി ഇക്വേഷനാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സ്ട്രെസ് കോമ്പാറ്റിബിലിറ്റി equation for an axisymmetric problem. അതെന്ന് പറയുന്നത് നമുക്കറിയാം del raised to 4 phi is equal to 0. That is del square phi is equal to 0. ഇനി ആക്സിസിമെട്രിൻ്റെ കേസിലുള്ള ഈ ഡെൽ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്താണ് ഇവിടെ ടോട്ടൽ ഡെറിവേറ്റീവ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് d² പ്ലസ് 1/r ഇൻറ്റു d/dr ഓഫ് എന്താണ് d² phi/dr² പ്ലസ് 1/r ഇൻറ്റു d/dr ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു എഴുതിയേക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അപ്പോൾ സൊല്യൂഷൻ ഓഫ് ദി ഈ എഴുതിയിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇത് നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഡിഫറൻഷ്യൽ ഫോം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്, അതിനുള്ള ക്രൈറ്റീരിയ എന്താണ്, അതിൻ്റെ റൂട്ട് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ എഴുതുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പാർട്ടിലേക്ക് ഇവിടെ പോകുന്നില്ല. ഇവിടെ കിട്ടുന്ന റൂട്ട് വാല്യൂ മുതലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് റൂട്ട് വാല്യൂ കിട്ടും. ആ റൂട്ട് വാല്യൂ വെച്ചിട്ട് നമ്മളൊരു ജനറൽ സൊല്യൂഷൻ നമ്മൾ ലാമീസ് പ്രോബ്ലത്തിൻ്റെ കേസിൽ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യും. അതിൽ നിന്നാണ് നമുക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള സ്ട്രെസ് കമ്പോണൻസിലേക്ക് നമ്മൾ വരുന്നത്, അല്ലെങ്കിൽ സ്ട്രെസ് കമ്പോണൻസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഈ സൊല്യൂഷൻ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം. അത് നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ ആ സൊല്യൂഷൻ എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇവിടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിയുമ്പം കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഫൈനലി റൂട്ട് വാല്യൂസ് കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടുന്ന റൂട്ട് വാല്യൂസ് എന്ന് പറയുന്നത് ഫൈനലി നമുക്ക് കിട്ടുന്ന ഡിഫറൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്, ഡിഫറൻഷ്യൽ ഫോമിൻ്റെ റൂട്ട് വാല്യൂസ് എന്ന് പറയുന്നത് 0.022 ഇങ്ങനൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സൊല്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള
സൊല്യൂഷൻ്റെ ഈ പറയുന്ന റൂട്ട് വാല്യൂസിന് അപ്പം ഈ പറയുന്ന പർട്ടിക്കുലറായിട്ടുള്ള ഈ ഒരു റൂട്ട് വാല്യൂസിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജനറൽ സൊല്യൂഷൻ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് മാത്രം എഴുതി അതിൽ നിന്ന് സ്ട്രെസ് കമ്പൗണ്ട്സ് ഡിറൈവ് ചെയ്താൽ മതിയാകും. അല്ലാതെ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തിയാണ്, ഒരുപാട് സമയമെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വിത്തിൻ ടൈം അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ ഡയറക്റ്റ് എഴുതിയിട്ട് ആ സൊല്യൂഷനിൽ നിന്ന് ബാക്കിയുള്ള ഡെറിവേഷൻ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ജനറൽ സൊല്യൂഷൻ ഈ ഒരു പർട്ടിക്കുലർ റൂട്ട് വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് general solution corresponding to these root values are എന്തായിരിക്കും? ഫൈ ഈസ് ഈക്വൽ ടു അല്ലേ, ഫൈ ആണല്ലോ നമുക്ക് വേണ്ട റിക്വയർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. ഫൈ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? C1 + C2 × T. നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ച സെയിം ഫോമിൽ തന്നെയാണ് ഞാനിവിടെ എഴുതുന്നത്. പക്ഷേ നമുക്കിതിനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, ഇത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ. അപ്പം ഈ ഒരു ഫോമിലേക്കായിരിക്കും നമുക്ക് ഈ പർട്ടിക്കുലർ റൂട്ട് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറൽ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ C1 + C2 × T × e⁻0t + C3 + C4 × T × e⁻2t. ഓക്കെ. ഇനി ഇതിനെ ചില മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് നമുക്ക് വേണ്ട റിക്വേർഡ് ഫോമിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ എഴുതിയേക്കുന്നതിനെ ഞാൻ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് C1 + C2 × T e⁻0t വാല്യൂ എന്ന് പറയുന്നത് e⁻0 വരുന്ന ഏത് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? 1 ആണ് അല്ലേ. അപ്പം ഈ ഒരു ടേമിൻ്റെ വാല്യൂ ഈ ഒരു എഴുതിയേക്കുന്ന e⁻0t വാല്യൂ എന്ന് പറയുന്നത് എന്തായിപ്പോൾ 1 ആയിപ്പോൾ അല്ലേ. ബാക്കി എന്തുണ്ട്? പ്ലസ് C3 × e⁻2t. അത് നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് C3 × e⁻2t + C4 × T × e⁻2t. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു മോഡിഫിക്കേഷൻസ് ഈ എഴുതിയേക്കുന്ന ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാം. അതെന്ന് പറയുന്നത് നമുക്കറിയാം R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻t ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ R² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e⁻2t ആണ്. അതുപോലെ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? log R ആണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഡെറിവേഷനിൽ നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ. ഇത് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താണ് ഫൈനലി നമുക്ക് ഈ ഒരു റൂട്ട് വാല്യൂ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഇങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഈസ് ഈക്വൽ ടു അപ്പോൾ നിങ്ങൾക്ക് അത് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷനകത്ത് നോക്കുക, ലിങ്ക് എടുത്ത് നോക്കുക. അതിനകത്ത് ഞാൻ ഇതെങ്ങനെയാണ് വന്നതെന്നുള്ള സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്തതെന്നുള്ള നോട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അത് നിങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകും. ഓക്കെ. ദാറ്റ് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു C1 + C2 × T എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? log R എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. പ്ലസ് C3 × e⁻2t. e⁻2t എന്ന് പറഞ്ഞാൽ എന്താണ്? R². ഓക്കെ. പ്ലസ് C4 × T എന്ന് പറഞ്ഞാൽ എന്താണ്? log R ആണ്. log R × e⁻2t. e⁻2t എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? R² ആണ്. ഓക്കെ. R². ഓക്കെ. ഇനി ഇതിനകത്ത് ഈ C1 C2 C3 C4 എന്നുള്ളതിന് ഞാൻ ABCD എന്ന് പറഞ്ഞൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്നാലേ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്ന റിക്വയർഡ് ഫോമിലേക്ക് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഫോമിൽ എഴുതാനുള്ള കാരണം ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ പഠിച്ച കാര്യമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോമിലേക്ക് എഴുതിയത്. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഞാൻ ഇനിയും എഴുതാൻ പോകുന്ന ആ ഫോമിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് എഴുതിയാൽ മതിയാകും. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത് എഴുതണമെന്ന് നിർബന്ധമില്ല. ഡയറക്റ്റായിട്ട് ഫൈനലായിട്ട് ഞാൻ എഴുതുന്ന ആ ഫോമിലേക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പുട്ട് C2 = A. ഇവിടെ കറക്റ്റ് ഓർഡറിലല്ല കൊടുക്കുന്നത്. C2-ന് A എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. C3-ക്ക് C എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. C4-ന് B എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. C1-ന് D എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഓക്കെ. ഇനി ഈ കൊടുത്തിരിക്കുന്ന വാല്യൂസ് നമുക്ക് ഈ ഒരു ഫോമിലേക്ക് നമുക്ക് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ. ദെർഫോർ ഫൈ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് C1 എന്ന് പറഞ്ഞാൽ എന്താണ്? D ആണ് അല്ലേ. പ്ലസ് C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A × log R പ്ലസ് C3 എന്ന് പറഞ്ഞാൽ എന്താണ്? C × R² പ്ലസ് C4 എന്ന് പറഞ്ഞാൽ B ആണ്. അപ്പോൾ B ×
ലോഗ് ആർ ഇൻറ്റു ആർ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതിനെ ആൽഫബറ്റിക് ഓർഡറിലേക്ക് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഫൈ ഈസ് ഇക്വൽ ടു എ ലോഗ് ആർ പ്ലസ് ബി ലോഗ് ആർ ആർ സ്ക്വയർ. അപ്പം ആർ സ്ക്വയർ ആദ്യം എഴുതി, ബി ആർ സ്ക്വയർ ലോഗ് ആർ പ്ലസ് സി ആർ സ്ക്വയർ പ്ലസ് ഡി. ഇതാണ് ജനറൽ സൊല്യൂഷൻ ഫോർ എ ലാമീസ് പ്രോബ്ലം. ലാമീസ് പ്രോബ്ലം തിക് സിലിണ്ടറിക്കൽ ഷെൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ജനറൽ സൊല്യൂഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജനറൽ സൊല്യൂഷനിൽ നിന്നാണ് നമ്മൾ നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സ്ട്രെസ്സിൻ്റെ വാല്യൂസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനിയും ഇതിനകത്തുള്ള കോൺസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സാധാരണ നമുക്കറിയാം ഇതിൻ്റെ കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്താണ്? ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു സ്ട്രെസ് ഫംഗ്ഷൻ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഈ സ്ട്രെസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്? ഈ ലാമീസ് പ്രോബ്ലത്തിൻ്റെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സ്ട്രെസ് ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പം ഈ സ്ട്രെസ് ഫംഗ്ഷൻ അറിയാമെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സ്ട്രെസ് കമ്പോണൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം സ്ട്രെസ് കമ്പോണൻസ് are sigma rr is equal to 1 by r into d phi divided by dr. ഓക്കെ, അപ്പോൾ ഫൈയുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം. ഈ ഫൈയുടെ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഒരു ഇക്വേഷൻ അതിൽ ഫൈക്ക് വരെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 1 by r ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലോഗ് ആർ പ്ലസ് ബി ആർ സ്ക്വയർ ലോഗ് ആർ പ്ലസ് സി ആർ സ്ക്വയർ പ്ലസ് ഡി ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു ആർ വെച്ച് ഈ എഴുതിയിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഈസ് 1 by r ഇൻറ്റു എ ഇൻറ്റു ലോഗ് ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 by r വരും അല്ലേ, പ്ലസ് ബി ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ലോഗ് ആർ. അവിടെ ഏത് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ നമുക്ക് അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ നമുക്കൊരു ബ്രാക്കറ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ലോഗ് ആർ ആണ്. അപ്പോൾ ലോഗ് ആറിനെ ഡെറിവ് ചെയ്യുമ്പോൾ 1 by r പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് ആർ ആണ് ഇൻറ്റു ആർ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 2r എന്ന് വരും. ഓക്കെ, പ്ലസ് അടുത്ത് എന്താണ്? വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം 2c r എന്ന് പറഞ്ഞു വരും അല്ലേ. ഡി എന്ന് പറയുന്ന ടേമിനകത്തിൽ എന്തില്ല? വേരിയബിൾ ഇല്ല. അപ്പം വിത്ത് റെസ്പെക്ട് ടു ആർ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി എന്ന് പറയുന്ന ടേം എന്തായിപ്പോൾ? 0 ആയിപ്പോൾ. ഓക്കെ, അപ്പം ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്നത് സിഗ്മ ആർ ആർ ഈസ് ഈക്വൽ ടു എ ബൈ ആർ സ്ക്വയർ പ്ലസ് ബി ആർ പ്ലസ് എന്തുണ്ട്? ഇവിടെ 2 ഉണ്ടല്ലേ. അപ്പോൾ 2 BR log R പ്ലസ് 2CR. ഇവിടെ വെളിയിലൊരു ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കാൻ മറന്നുപോയി. ഇവിടെ ഔട്ട്സൈഡ് എന്തുണ്ട്? ഒരു 1/r ഉണ്ട് അല്ലേ. അപ്പം ആ 1/r നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം a/r സ്ക്വയർ കറക്റ്റാണ്. അടുത്ത ടൈമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇവിടെ ന്യൂമറേറ്ററിൽ 6 ഉണ്ട്, ഡിനോമിനേറ്ററിലെ 6ഉം ന്യൂമറേറ്ററിലെ 6ഉം എന്ത് ചെയ്യും? ക്യാൻസൽ ആയിപ്പം അല്ലേ. അപ്പം ഈ 6 ക്യാൻസൽ ആയിപ്പം, അതുപോലെ ഈ ടൈമിലെ ന്യൂമറേറ്ററിലെ 6 ക്യാൻസൽ ആയിപ്പം, ഈ ടൈമിലെയും ന്യൂമറേറ്ററിലെ 6 ക്യാൻസൽ ആയിപ്പം അല്ലേ. ദാറ്റ് ഈസ് സിഗ്മ ആർ ആർ ഈസ് ഈക്വൽ ടു a/r സ്ക്വയർ പ്ലസ് b ഇൻറ്റു 1+2 log r പ്ലസ് 2c. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത എന്ത് കണ്ടുപിടിക്കണം? അടുത്ത സ്ട്രെസ് കമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ തീറ്റ അല്ലേ. ദറ്റ് ഈസ് സിഗ്മ തീറ്റ കണ്ടുപിടിക്കാനുള്ള ആക്സിസിമെട്രിക് കേസുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? d² phi divided by dr square. ഓക്കെ, ദറ്റ് ഈസ് d² by dr square ഓഫ് phi എന്ന് പറയുന്നത് എന്താണ്? a log r പ്ലസ് b r സ്ക്വയർ log r പ്ലസ് c r സ്ക്വയർ പ്ലസ് d. ഇനി എന്ത് ചെയ്യണം? ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു r വെച്ച് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേന് ആദ്യം ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് d by dr ഓഫ്
അപ്പോൾ ഫസ്റ്റ് ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എ ഇൻറ്റു ലോഗാറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/r അല്ലേ, പ്ലസ് ബി ഇൻറ്റു മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആർ സ്ക്വയർ ഇൻറ്റു ലോഗാർ. അത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ, അത് നോക്കി അങ്ങനെ എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ആർ സ്ക്വയർ ഇൻറ്റു 1/r പ്ലസ് ലോഗാർ ഇൻറ്റു 2r അല്ലേ, പ്ലസ് 2cr. ഡി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിപ്പം 0 ആയിപ്പം. ഓക്കെ, ഇനി നമുക്ക് ആറ് വെച്ച് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം വീണ്ടും ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് എങ്ങനെ വരും? എ ഇൻറ്റു 1/r എന്ന് പറയുമ്പോൾ എന്താണ്? -1/r സ്ക്വയർ. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും അല്ലേ, പ്ലസ് ബി ഇൻറ്റു ഇവിടെ ആറും ഇതിലെ ഒരു ആറും ക്യാൻസലായി. ഓക്കെ, ബാക്കി ഒന്നുണ്ട്, ഒരു 6 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിപ്പം 1 ആയിപ്പോൾ അല്ലേ, പ്ലസ് ഇനി അടുത്തത് എന്താണ്? 2r ഇൻറ്റു ലോഗാർ. അപ്പോൾ ഇവിടെ എന്ത് വരുന്നുണ്ട്? രണ്ട് ഫംഗ്ഷൻസ് രണ്ട് പ്രാവശ്യം 6 റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യണം? മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്രോഡക്റ്റ് റൂൾ നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോഗാർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ 2 കോൺസ്റ്റൻ്റ് ആയിട്ട് വലിയെടുത്തു, ബാക്കി ആറിനെ വിത്ത് റെസ്പെക്ട് ആർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് 2 എന്ന് വരും അല്ലേ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2r ആണ് അല്ലേ. അപ്പോൾ 2r ഇൻറ്റു ലോഗാറിനെ ചെയ്യുമ്പോഴത്തേന് നമുക്ക് എങ്ങനെ വരും? 1/r എന്ന് വരും. ഓക്കെ, പ്ലസ് 2cr വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 2c എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്നുകൂടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും? ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് a ഡിവൈഡഡ് ബൈ r സ്ക്വയർ പ്ലസ് b ഇൻറ്റു അതുപോലെ തന്നെ നമുക്ക് എഴുതാം 1 പ്ലസ് 2 ലോഗാർ അല്ലേ, 1 പ്ലസ് ഇതൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കാം, 1 പ്ലസ് 2 ലോഗ് r പ്ലസ് ഈ ആറും ക്യാൻസൽ ആകും, പ്ലസ് എന്ത് വരും? 2 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, പ്ലസ് 2c. ഓക്കെ, ഇതിനെ വീണ്ടും ഒന്നുകൂടെ നമ്മൾ സോൾവ് ചെയ്യുമ്പം a ഡിവൈഡഡ് ബൈ r സ്ക്വയർ പ്ലസ് b ഇൻറ്റു 2 പ്ലസ് 1 എന്താണ്? 3 ആണ് അല്ലേ. അപ്പോൾ 3 പ്ലസ് 2 ലോഗ് r പ്ലസ് 2c. ഇതായിരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ തീറ്റയുടെ വാല്യൂ, ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ നമുക്ക് സിഗ്മ ആറിൻ്റെ വാല്യൂം കിട്ടി, സിഗ്മ തീറ്റയുടെ വാല്യൂം കിട്ടി. ഓക്കെ, -a/r സ്ക്വയർ പ്ലസ് b ഇൻറ്റു 3 പ്ലസ് 2 ലോഗ് r പ്ലസ് 2c. ഓക്കെ, ഇനി ഷിയർ സ്ട്രെസ് ഓൾറെഡി നമുക്കറിയാം. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് തീറ്റ വരുന്ന വേരിയബിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന ഈ ഇക്വേഷൻ സിഗ്മ ആറിൻ്റെ സിഗ്മ തീറ്റയുടെ ഇക്വേഷൻസ് നമുക്ക് ഒരു സർക്കുലർ ബോഡിയുടെ ബൗണ്ടറി കണ്ടീഷനിലേക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മാത്രമല്ല ഈ ഇക്വേഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ചില കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട്. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തെങ്കിലേ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്നെന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ. അത് നമുക്കറിയാം, ആക്സിസിമെട്രിക് പ്രോബ്ലം ആണെങ്കിൽ അവിടെ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഇൻ ആർ ഡയറക്ഷൻ ആയിരിക്കും അല്ലേ. റേഡിയൽ ഡയറക്ഷനിലെ ഡിസ്റ്റൻസിനനുസരിച്ച് മാത്രമായിരിക്കണം ആ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ സ്ട്രെസ്സിന് അല്ലെങ്കിൽ സ്ട്രെസ് കമ്പോണൻസിന് എന്ത് സംഭവിക്കാൻ പാടുള്ളൂ? വേരിയേഷൻ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരിക്കലും തീറ്റ എന്ന് പറയുന്ന ഡയറക്ഷൻ അനുസരിച്ച് സ്ട്രെസ്സിന് വേരിയേഷൻ ഉണ്ടാവാൻ പാടില്ല. അതാണ് ഒരു കണ്ടീഷൻ. അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആപ്ലിക്കബിൾ ആണ്. മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ കൺസിഡർ ചെയ്താലും പ്ലെയിൻ സ്ട്രെയിൻ കണ്ടീഷൻ കൺസിഡർ ചെയ്താലും അവിടെ രണ്ടിടത്ത് നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് ഈ പറയുന്ന സ്ട്രെസ് കമ്പോണൻസിൻ്റെ ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷെല്ലാവണം. ഇപ്പം ഹോൾ ഇല്ലാത്ത ഒരു ഷെല്ലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ടേം അവിടെ ഇൻവാലിഡ് ആയിട്ട് വരും. നമുക്കറിയാം കോഫിഷ്യൻ്റ് എയുടെ കോഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ആറിൻ്റെ വാല്യൂ 0 ആകുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു ഇൻഡെഫൈൻഡ് കണ്ടീഷനായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഒരിക്കലും ഒരു ബോഡി വിത്തൗട്ട് ഹോൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഏത് കേസിലാണ്? എ സർക്കുലർ ബോഡീസ് ഹാവിങ് എ ഹോൾ അറ്റ് ദി സെൻറ്റർ. അപ്പോൾ സെൻറ്ററിൽ ഹോളുള്ള സർക്കുലർ ബോഡീസിലാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഇത് ഡീഫോം ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ് നമുക്കറിയാം. ഏത് ഡയറക്ഷനിലാണ്? റേഡിയൽ ഡയറക്ഷനിലാണ് തിക് സിലിണ്ടർ ഡീഫോം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഇക്വേഷനകത്ത് പറയുന്ന ബി എന്ന് പറയുന്ന ടേം ഷുഡ് ബി 0 ആയിരിക്കും.
അതാണ് ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളിവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോഴത്തേന് അവിടെ കോഎഫിഷ്യൻസ് നമ്മൾ അവസാനം ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു ടേം, ഈ ഇക്വേഷനകത്തുള്ള സിഗ്മ ആർ ആറിൻ്റെയും സിഗ്മ തീറ്റ തീറ്റയുടെയും ഇക്വേഷനുള്ള ബി എന്ന് പറയുന്ന ടേം എന്ത് ചെയ്യും, എലിമിനേറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ ഫൈനൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഫൈനലി ഈ ഡിസ്പ്ലേസ്മെൻറ്റൂടെ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫൈനൽ ഇക്വേഷൻ സിഗ്മ ആർ ആറിൻ്റെയും സിഗ്മ തീറ്റ തീറ്റയുടെയും ഫൈനൽ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് തിക് സിലിണ്ടർ കേസിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കൺസിഡർ എപ്സിലോൺ ആർ ആർ. എപ്സിലോൺ ആർ ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സ്ട്രെയിൻ ഇൻ റേഡിയൽ ഡയറക്ഷൻ അല്ലേ. അപ്പോൾ നോർമൽ സ്ട്രെയിൻ ഇൻ റേഡിയൽ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്, ഡി യു ആർ ഡിവൈഡഡ് ബൈ ഡി ആർ. അതായത് ആക്സിസ് സിമെട്രിൻ്റെ കേസിലുള്ള സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ. ഓൾസോ ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ നമുക്ക് എപ്സിലോൺ ആർ ആറിനെ ഇൻ ടേംസ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ നമുക്ക് എഴുതാം. നമ്മൾ കാർട്ടീഷ്യൻ്റെ കേസിൽ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ എഴുതിയതുപോലെ തന്നെ പോളാറിൻ്റെ കേസിലും അല്ലെങ്കിൽ ആക്സിസ് സിമെട്രിൻ്റെ കേസിലും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. അതെന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം 1/e ഇൻറ്റു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, സിഗ്മ ആർ ആർ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ തീറ്റ തീറ്റ. ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് സ്ട്രെയിന് മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ തീറ്റ തീറ്റ ബൈ ഇ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് സ്ട്രെയിനാണ്. അതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ എപ്സിലോൺ ആർ ആർ എന്ന് പറയുന്ന ഈ സ്ട്രെയിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എഴുതിയേക്കുന്ന രണ്ടിൻ്റെയും റൈറ്റ് സൈഡിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം അല്ലേ. അപ്പം ഇക്വേറ്റിംഗ് ഡി യു ആർ ഡിവൈഡഡ് ബൈ ഡി ആർ ഈസ് ഈക്വൽ ടു 1/e ഇൻറ്റു സിഗ്മ ആർ ആർ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ തീറ്റ തീറ്റ. ഇങ്ങനെ നമുക്ക് എഴുതാമല്ലോ. ഓക്കെ, ഇനി അടുത്തത്, അപ്പം ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് നെയിം ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് നൗ എപ്സിലോൺ തീറ്റ തീറ്റ നമുക്ക് കൺസിഡർ ചെയ്യാം. എന്താണ്, സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലെ നോർമൽ സ്ട്രെയിനാണ് എപ്സിലോൺ തീറ്റ തീറ്റ എന്ന് പറയുന്നത്. എപ്സിലോൺ തീറ്റ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യു ആർ ഡിവൈഡഡ് ബൈ, അപ്പം ഞാൻ ആ കമ്പാരിസൺ ചാർട്ട് കാണിച്ചിരുന്നു. അതിനകത്ത് പോളാറിനെ കൺവേർട്ട് ചെയ്തിട്ട് ആക്സിസ് സിമെട്രിൻ്റെ കേസിൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് എപ്സിലോൺ തീറ്റ തീറ്റ ഇസ് ഈക്വൽ ടു യു ആർ ഡിവൈഡഡ് ബൈ ആർ. യു ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, റേഡിയൽ ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റ് യു ആർ എന്ന് പറയുന്നത്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൽ ഡിസ്റ്റൻസ്. ഓക്കെ, അത് മാത്രമല്ല ഓൾസോ ഇൻ ടേംസ് ഓഫ് ജനറലൈസ്ഡ് ഹൂക്സ് ലോ വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം, എപ്സിലോൺ തീറ്റ തീറ്റ നമുക്ക് എഴുതാം അല്ലേ. എപ്സിലോൺ തീറ്റ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, സിഗ്മ തീറ്റ തീറ്റ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ ആർ ആർ, ഇവിടെ വെളിയിൽ 1/e കൂടെ ഉണ്ട്, 1/e ഇൻറ്റു സിഗ്മ തീറ്റ തീറ്റ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ ആർ ആർ. ഓക്കെ, അപ്പം മുമ്പേ ഇവിടുത്തെ റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്തപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ റൈറ്റ് സൈഡ് തമ്മിൽ, ഈ രണ്ട് ഇക്വേഷനെ റൈറ്റ് സൈഡ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേന് എങ്ങനെ വരും, ദറ്റ് ഈസ് ഇക്വേറ്റിംഗ് ദീസ് ടു ഇക്വേഷൻസ് വി ഗെറ്റ് യു ആർ ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു 1/e ഇൻറ്റു സിഗ്മ തീറ്റ തീറ്റ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ ആർ. ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് നെയിം ചെയ്യാം. ഇനിയും ഈ രണ്ട് ഇക്വേഷൻസ് ആണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനകത്തിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ഡിറൈവ് ചെയ്തിട്ടുണ്ട്, ഈ സ്ട്രെസ് കമ്പോണൻസിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഇക്വേഷൻസ് നമുക്ക് എവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ഓൾറെഡി നമ്മൾ അതിൻ്റെ വാല്യൂ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സിഗ്മ ആർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എഴുതിയിട്ടുണ്ട്, അതുപോലെ സിഗ്മ തീറ്റ തീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ വാല്യൂസ് ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻ 1ലേക്കും 2ലേക്കും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ദെയർഫോർ ഇക്വേഷൻ 1 ഇംപ്ലൈസ്, ആദ്യം നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഡി യു ആർ ഡിവൈഡഡ് ബൈ ഡി ആർ ഈസ് ഈക്വൽ ടു 1/e ഇൻറ്റു എന്താണ്, ഫസ്റ്റ് സിഗ്മ ആർ ആണ്. അപ്പോൾ സിഗ്മ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം a ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 2 log r പ്ലസ് 1 പ്ലസ് 2c. ഓക്കെ, മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ തീറ്റ തീറ്റ. സിഗ്മ തീറ്റ തീറ്റയുടെ വാല്യൂ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ബ്രാക്കറ്റിൽ എഴുതാം, മൈനസ് ഓഫ് a ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 3 പ്ലസ് 2 log r പ്ലസ് 2c. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വരും, ദാറ്റ് ഈസ് ഡി
ഡി യു ആർ ഡിവൈഡഡ് ബൈ ഡി ആർ. ഡി യു സഫിക്സ് ആർ ആണ്. ഡി യു ആർ ഡിവൈഡഡ് ബൈ ഡി ആർ ഈസ് ഈക്വൽ ടു 1/e ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. എ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഈ ടൈമിൽ ഒരു എ ബൈ ആർ സ്ക്വയർ ഉണ്ട്, അതുപോലെ ഇവിടെ എന്തുണ്ട്, എ ബൈ ആർ സ്ക്വയർ. അപ്പോൾ എ ബൈ ആർ സ്ക്വയർ രണ്ട് ടൈമിൽ നമ്മൾ കോമൺ എടുത്തു. ഇപ്പം ബാക്കി ഇവിടെ എന്തുണ്ട്, 1 ഉണ്ട്. അപ്പം 1. ഇനി ഇവിടെ എ ബൈ ആർ സ്ക്വയർ മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലസ് ആണ് അല്ലേ. അപ്പോൾ എ ബൈ ആർ ഈ മൈനസ് പ്ലസ് ന്യൂ എ ബൈ ആർ സ്ക്വയറിൽ നിന്ന് എ ബൈ ആർ സ്ക്വയർ പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നുണ്ട് പ്ലസ് ന്യൂ. അപ്പോൾ പ്ലസ് ന്യൂ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഈ രണ്ട് ടേംസ് കൺസിഡർ ചെയ്യാം. രണ്ടിടത്തും എന്തുണ്ട്, കോമൺ ആയിട്ടെന്ന് പറഞ്ഞാൽ ബി കോമൺ ഉണ്ട് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ടേംസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേന് എങ്ങനെ വരും, ദാറ്റ് ഈസ് ബി ഇൻറ്റു 2 log ആർ പ്ലസ് 1 മൈനസ് 3 ന്യൂ അല്ലേ. വെളിയിൽ ഇവിടെ ഒരു ന്യൂ ഉണ്ട്, അത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്, കാരണം അത് ഈ 3 ടേമിലും കോമൺ ആയിട്ടുള്ളതാണ് മൈനസ് ന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മൈനസ് 1 മൈനസ് 3 ന്യൂ മൈനസ് 2 ന്യൂ log ആർ. ഓക്കെ, ഇനി അടുത്ത് എന്തുണ്ട്, ഇവിടെ ഒരു 2c ഉണ്ട്, ഇവിടെ 2c ഉണ്ട്. 2c മാത്രമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തുകൂടെ ഉണ്ട്, മൈനസ് ന്യൂ കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഇതെന്ന് പറഞ്ഞാൽ മൈനസ് 2 ന്യൂ സി ആണ്, ഇത് 2c ആണ്. രണ്ടിടത്തും ഏത് കോമൺ എടുക്കാം, 2c കോമൺ എടുക്കാം. അപ്പം വെളിയിലേക്ക് നമ്മൾ 2c കോമൺ എടുത്തു. 2c പോയപ്പോൾ ഫസ്റ്റ് ടൈമിൽ പിന്നെ റിമൈനിങ് എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഇവിടെ റിമൈനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈനസ് ന്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ മോഡിഫൈ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഏത് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം, രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, നൗ ഇക്വേഷൻ 2 ഇംപ്ലൈസ്. ഇക്വേഷൻ 2 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഓൾറെഡി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, യു ആർ ബൈ ആർ അല്ലേ. ദാറ്റ് ഈസ് യു ആർ ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, 1/e ഇൻറ്റു മുമ്പേ ചെയ്ത പോലെ തന്നെ ഇതിനകത്തുള്ള സിഗ്മ തീറ്റ തീറ്റയ്ക്കും സിഗ്മ ആർ ആറിന് പകരം നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന വാല്യൂസ് അല്ലെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1/e ഇൻറ്റു സിഗ്മ തീറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 3 + 2 log ആർ പ്ലസ് 2c. ഓക്കെ, മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ. സിഗ്മ ആർ ആർ എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു 2 log ആർ പ്ലസ് 1 പ്ലസ് 2c. ഓക്കെ, ഇതിനെ നമുക്കൊരു ഇക്വേഷനായിട്ട് നെയിം ചെയ്യാം. ഇതിനെ ഇക്വേഷൻ ഓൾറെഡി നമ്മൾ 1, 2 കൊടുത്തു. ഇനി ഇതിനെ ഈ കിട്ടിയിരിക്കുന്നതിന് ഇക്വേഷൻ 3 എന്ന് നമുക്ക് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇത്ര എഴുതി. ഇനി നമുക്ക് അതിനെ സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് യു ആർ ഡിവൈഡഡ് ബൈ ആർ, ദാറ്റ് ഈസ് യു ആർ ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു മൈനസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. മുമ്പേ ചെയ്ത പോലെ തന്നെ നമുക്ക് കോമൺ എടുക്കാം. ഇവിടെയായിട്ട് കോമൺ എടുക്കാം. അപ്പം ഇവിടെ മൈനസ് ആണ് നമ്മൾ എടുത്ത് മൈനസ് ഉപയോഗിക്കാൻ, ബാക്കി എന്തുണ്ട്, പ്ലസ് ഉണ്ട് അല്ലേ. ഇവിടെ എന്തായിരുന്നു, മൈനസ് ആയിരുന്നു. അതിൽ നിന്ന് മൈനസ് നമ്മൾ വെളിയെടുത്തു, ബാക്കി എന്താണ്, പ്ലസ് ആണ്. അപ്പം 1 പ്ലസ് ന്യൂ. ഓക്കെ, ഇനി അടുത്ത ബിയുടെ ടേമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ എന്ത് വരും, പ്ലസ് ബി ഇൻറ്റു 3 + 2 log ആർ. ആ മൈനസ് ന്യൂ എന്ന് പറയുന്നത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് മൈനസ് ഓഫ് 2 ന്യൂ log ആർ, 2 ന്യൂ log ആർ. ഈ മൈനസ് 1ലേക്ക് പോകും, അപ്പോൾ മൈനസ് ഓഫ് ന്യൂ എന്ന് വരും അല്ലേ, മൈനസ് ഓഫ് ന്യൂ. ഇനി ഒരു ടേം കൂടെ ഉണ്ട്, 2c ടേമും 2c ടേമും. ഇവിടെ ഒരു മൈനസ് ന്യൂ ഉണ്ട്, അപ്പോൾ മൈനസ് 2 ന്യൂ സി അല്ലേ. അപ്പോൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് 2c നമുക്ക് വെളിയിലെടുക്കാം. 2c വെളിയിലെടുത്ത് ബാക്കി എന്തുണ്ട്, 1 മൈനസ് ന്യൂ. ഇനി ഞാൻ ചെയ്യുന്നത് ഈ യു ആർ മാത്രം ഇവിടെ നിർത്തിയിട്ട് ഈ ആറിനെ ഈ ഒരു ഇക്വേഷൻ റൈറ്റ് സൈഡിലേക്ക് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ യു ആർ ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു, അല്ലെങ്കിൽ നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ ഇ ഇൻറ്റു മൈനസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയറും ഈ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ ആറും വരും, അത് ക്യാൻസൽ പോയിട്ട് ബാക്കി എന്ത് വരും, മൈനസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു 1 പ്ലസ് ന്യൂ പ്ലസ് ബി ഇൻറ്റു 3r പ്ലസ് 2r log r മൈനസ് 2 ന്യൂ r log r മൈനസ് ന്യൂ r. ഇനി എന്തുകൂടെ ഉണ്ട്, ഇവിടെ 2cയുടെ ടേം കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യണം, 2cr ഇൻറ്റു 1 മൈനസ് ന്യൂ.
അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ യു ആർ എന്ന് പറയുന്ന ഇക്വേഷനെ ഈ എഴുതിയിരിക്കുന്ന മൂന്നാമത്തെ ഇക്വേഷൻ സിമിലർ ആക്കണമെങ്കിൽ ഈ യു ആർ എന്ന് പറയുന്ന ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ആർ വെച്ച് എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡ് എന്തായിട്ട് മാറും, ഈക്വലായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഇക്വേഷൻസിൻ്റെ റൈറ്റ് സൈഡുകൾ എനിക്ക് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അതാണ് അടുത്ത് ചെയ്യുന്നത്. ഡിഫറൻഷിയേറ്റിംഗ് ദി എബോവ് ഇക്വേഷൻ, ഡിഫറൻഷിയേറ്റിംഗ് ദി എബോവ് ഇക്വേഷൻ with respect to r. അപ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഈസ് DUR divided by DR is equal to 1/e into, ഈ ഒരു ബ്രാക്കറ്റ് കൊടുക്കാം, 1/e into ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a/r² ഇൻറ്റു 1+2 ആണ് അല്ലേ. അപ്പം മൈനസ് ഓഫ് a ഇൻറ്റു 1+2 എന്ന് പറയുന്നത് അവിടെ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. 1/r ആണ് അവിടെ. 1/r ചെയ്യുമ്പോൾ നമുക്കറിയാം -1/r². അപ്പം മൈനസ് ഇവിടെ ക്യാൻസൽ ആയി പോകും അല്ലേ. അപ്പം ബാക്കി പിന്നെ എങ്ങനെയായിരിക്കും വരുന്നത്, a/r² ഇൻറ്റു 1+2. കറക്റ്റ് ആണല്ലോ. അടുത്തത് പ്ലസ് രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, ഈ ടേമാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേന് b എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 3+2 ഇൻറ്റു, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രണ്ട് ഫംഗ്ഷൻസ് വന്നതുകൊണ്ട് അവിടെ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പം 2 ഇൻറ്റു r ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചെയ്തു, ഇവിടെ ചെയ്തു. ഇനി അടുത്ത് എന്താണ്, -2 ന്യൂ. ഇവിടെ എന്തുണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പ്രോഡക്റ്റ് റൂള് ഈ ഒരു കേസിലും അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ താഴോട്ട് എഴുതുവാണ്, -2 ന്യൂ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ r ഇൻറ്റു 1/r പ്ലസ് log r ഇൻറ്റു 1. ഓക്കെ, അപ്പം എന്തായി, ബിയുടെ ടേം കംപ്ലീറ്റ് ആയി അല്ലേ. ബിയുടെ ടേം -ന്യൂ ഉണ്ട്, ഒരു -ന്യൂവും കൂടെ ഉണ്ട്. അപ്പം ആ ബിയുടെ ടേം എന്തായി, കംപ്ലീറ്റ് ആയി. ഓക്കെ, പിന്നെ ഇനി എന്താ ഉള്ളത്, 2CRൻ്റെ ഒരു ടേം ഉണ്ട് അല്ലേ. അപ്പോൾ 2CRൻ്റെ ടേം എന്ന് പറയുന്നത് അവിടെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് +2C ഇൻറ്റു വെളിയിൽ ഒരു r ഉണ്ടായിരുന്നു, വിത്ത് റെസ്പെക്ട് ടു r വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താവും, 1 ആവും. ഓക്കെ, that is DUR divided by DR is equal to 1 divided by E into A divided by R² into 1 plus nu plus B into P എഴുതിയേക്കുന്ന ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ നോക്കി, ഇവിടെ ഒരു ആറും ഡിനോമിനേറ്ററിൽ ആറും ഉണ്ട്. ആറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഇവിടെ ഒരു ന്യൂമറേറ്ററിൽ ആറുണ്ട്, ഡിനോമിനേറ്ററിൽ ആറുണ്ട്. അത് രണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി പോയിട്ട് ഇത് 3 ഉണ്ട്. ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2 + 2 log r എന്ന് വരും. അപ്പം ആ 3യും 2യും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താവും, 5 ആയിട്ട് വരും. അപ്പോൾ 5 + 2 log r കറക്റ്റ് ആണല്ലോ. ഓക്കെ, അടുത്ത ടൈമിന് എന്ന് പറഞ്ഞാൽ -2 ന്യൂ ആണ്. അപ്പം അതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് -2 ന്യൂ. -2 ന്യൂ log r. ഓക്കെ, പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു -ന്യൂ ഉണ്ട്, -ന്യൂ. ഓക്കെ, പ്ലസ് അടുത്ത എന്താണ്, +2c ഇൻറ്റു 1 - ന്യൂ. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ നേരത്തെ നെയിം ചെയ്ത മൂന്നാമത്തെ ഇക്വേഷൻ, ഈ ഇക്വേഷനും ഇപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന ഇക്വേഷനോട് നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ഈ മൂന്നാമത്തെ ഇക്വേഷൻ നാലാമത്തെ ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്തായിട്ട് വന്നു, ഈക്വലായിട്ട് വന്നു അല്ലേ. DUR ഡിവൈഡഡ് ബൈ DR, ഇവിടെ എന്ത് തന്നെയാണ്, DUR ഡിവൈഡ് ബൈ DR അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും റൈറ്റ് സൈഡിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. പക്ഷേ ഇവിടുത്തെ കോൺസ്റ്റൻസ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. A എന്ന് പറയുന്ന ടേം ഒന്ന് കമ്പയർ ചെയ്തു, അത് ഈക്വലാണ്. B എന്ന് പറയുന്ന ടേം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ ടേമും സെയിം ആണ്. പക്ഷേ എക്സെപ്റ്റ് ഇവിടെ 1ഉം ഇവിടെ എന്താണ് 5 എന്ന് പറയുന്ന ഒരു ടേമുമാണ്. ഓക്കെ, മൂന്നാമത്തെ ടേം നമ്മൾ C എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ടേം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അത് രണ്ടും എന്താണ്, സിമിലർ ആണ് അല്ലേ. അപ്പം ഈ ഒരു രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ
അവിടെ ബി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്താവണം? 0 ആകണം. എന്നാൽ മാത്രമേ ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഈ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഓഫ് യു ആർ വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ് ഇൻ ആർ ഡയറക്ഷൻ. അപ്പോൾ അതിൻ്റെ ആ വേരിയേഷൻ എന്ന് പറയുന്നത് ഈ ഇവിടെ വാലിഡായിട്ട് വരണമെങ്കിൽ ബി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇൻ ഓർഡർ ടു ഇക്വേറ്റ് ദീസ് ടു ഇക്വേഷൻസ്, in order to equate 3 and equation 4, b constant b should be 0. Constant b should be 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. സിഗ്മ ആർ ആറിൻ്റെ ഇക്വേഷൻ ഉണ്ട്, സിഗ്മ തീറ്റ തീറ്റയുടെ ഇക്വേഷൻ ഉണ്ട് അല്ലേ? രണ്ടിലും ഏതിൻ്റെ ടേം ഉണ്ട്? ബിയുടെ ടേം ഉണ്ട് അല്ലേ? അപ്പം ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നമുക്കറിയാം ബി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് കമ്പോണൻസ് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ സ്ട്രെസ് കമ്പോണൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്ട്രെസ് കമ്പോണൻസ് സിഗ്മ ആർ ആർ ഈസ് ഈക്വൽ ടു, സിഗ്മ ആർ ആർ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എഴുതാം? നേരത്തെ എന്തായിരുന്നു? നേരത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം. നേരത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് ബിയുടെ ടൈം ഫുൾ എലിമിനേറ്റ് പോയി പ്ലസ് എന്താണ്? 2c ആണ് അല്ലേ? അപ്പോൾ സിഗ്മ ആർ ആർ നമുക്ക് എങ്ങനെയാണ്? സിഗ്മ ആർ ആർ ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് 2c. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഓക്കെ, ഇനി അതുപോലെ സിഗ്മ തീറ്റ ഈസ് ഈക്വൽ ടു സിഗ്മ തീറ്റയുടെ ഇക്വേഷൻ അതുപോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. മൈനസ് ഓഫ് എ ബൈ ആർ സ്ക്വയർ ആണ്, ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് വാല്യൂ 0 ആണ്, പ്ലസ് 2c. അപ്പോൾ ഇത് ഇക്വേഷൻ എങ്ങനെ വരും? ദാറ്റ് ഈസ് മൈനസ് ഓഫ് എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് 2c. ഇതാണ് സ്ട്രെസ് കമ്പോണൻസ്. പിന്നെ ടോ ആർ തീറ്റയുടെ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ് ഷിയർ കമ്പോണൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്സിമെട്രിൻ്റെ കേസിൽ എന്താണ്? 0 ആണ്. ആക്സിമെട്രിക് ലോഡിംഗ് ആയത് കാരണം വിത്ത് റെസ്പെക്ട് ടു തീറ്റ അല്ലെങ്കിൽ തീറ്റയുടെ കമ്പൗണ്ട്സ് വരുന്ന ടേംസ് കമ്പൗണ്ടായിട്ട് വരുന്ന ടേംസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷനാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ തിക് സിലിണ്ടറിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഇനിയും ഇതിനകത്തിൽ നമുക്ക് ഈ എ എന്ന് പറയുന്നതും 2c എന്ന് പറയുന്നതും ഇതെന്താണ്? കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ എന്താണോ ബൗണ്ടറി കണ്ടീഷൻ, ആ ബൗണ്ടറി കണ്ടീഷൻ ഈ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റെയും 2c എന്ന് പറയുന്ന കോൺസ്റ്റൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, ആ കിട്ടുന്ന എയുടെ വാല്യൂയും 2cയുടെ വാല്യൂയും വെച്ചിട്ടാണ് നമ്മൾ ഏതെങ്കിലും ആ തന്നിരിക്കുന്ന തിക് സിലിണ്ടറിൻ്റെ ഏതെങ്കിലും പർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ള പോയിൻറ്റിൻ്റെ സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ ആഡിങ് ദീസ് 2 സ്ട്രെസ് കമ്പോണൻറ്റ് സിഗ്മ ആർ ആറും സിഗ്മ തീറ്റ തീറ്റയും നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ സിഗ്മ ആർ ആർ പ്ലസ് സിഗ്മ തീറ്റ തീറ്റ റേഡിയൽ സ്ട്രെസ്സും സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ ഇപ്പം അതിൻ്റെ വാല്യൂസ് നമുക്കറിയാം. എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് 2c മൈനസ് എ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് 2c. ഇതൊക്കെ ക്യാൻസൽ ആയി പോവും. എ ബൈ ആർ സ്ക്വയറും മൈനസ് എ ബൈ ആർ സ്ക്വയറും ക്യാൻസൽ ആയി പോവും. ബാക്കി എന്തുണ്ട്? 2c പ്ലസ് 2c ഈസ് ഈക്വൽ ടു എന്താണ്? 4c. അപ്പോൾ ഇതിനകത്ത് നോക്കി വേരിയബിൾ ആർ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം 2 സ്ട്രെസ് കമ്പോണൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടത്തില്ല. ഞാൻ ആ ഫിഗർ ഒന്ന് വരച്ചിട്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാണ് നമ്മുടെ തിക് സിലിണ്ടർ. ഓക്കെ, അപ്പോൾ തിക് സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പം ഇവിടെ ഞാൻ ആർ ഈസിക്കൽ ടു എ ഡിസ്റ്റൻസ് മാറി ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. അതുപോലെ ആർ ഈസിക്കൽ ടു ബി ഡിസ്റ്റൻസ് മാറി സെൻട്രലിൽ നിന്ന് ബി ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് പോയിന്റ് കൺസിഡർ ചെയ്താലും അവിടെ വരുന്ന 2 കമ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് സിഗ്മ ആർ ആറും മറ്റൊന്ന് എന്തായിരിക്കും? സിഗ്മ തീറ്റ തീറ്റ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സിഗ്മ ആർ ആറിന് ഒരു വാല്യൂ ഉണ്ട്, അതുപോലെ ഇവിടെ സിഗ്മ തീറ്റ തീറ്റയ്ക്ക് ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, ഇനി അറ്റ് ബിയിലും എന്തുണ്ട്? കറസ്പോണ്ടിങ് ആയിട്ടൊരു സിഗ്മ ആർ ആറിന് ഒരു വാല്യൂ ഉണ്ട്, അതുപോലെ സിഗ്മ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ സിഗ്മ തീറ്റ തീറ്റ എന്ന് പറയുന്ന സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ എന്തുണ്ട്? ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ സിഗ്മ ആറിൻ്റെ വാല്യൂ സപ്പോസ് ഞാൻ പറയുകയാണ് 0 ആണെന്ന് പറയുകയാണ്. സിഗ്മ തീറ്റ തീറ്റയുടെ വാല്യൂ ഒരു 100 അത്രയും ന്യൂട്ടൺ പെർ mm² അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് പറയുക.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇവിടെ വരുമ്പോഴത്തേന് സിഗ്മ തീറ്റ തീറ്റയുടെ വാല്യൂ 100 ആണെന്ന് ഞാൻ പറയുകയാണ്. സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ 100 ആണ്, 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ സിഗ്മ തീറ്റ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആകണം. കാരണം എന്താണ്, എപ്പോഴും ഏതൊരു പോയിന്റിലെ സ്ട്രെസ്സ് നമ്മൾ ആഡ് ചെയ്താലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R=A, ഇന്നർ സർഫസിലെ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും ഔട്ടർ സർഫസിലെ പോയിന്റ് കൺസിഡർ ചെയ്താലും ഇനി മിഡിലെ പോയിന്റ് കൺസിഡർ ചെയ്താലും അല്ലെങ്കിൽ ഏതൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും വേരിയേഷൻ വരുത്തില്ല. എന്തിനാണ്, ഈ അഡീഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂവിന് വേരിയേഷൻ ഉണ്ടാവത്തില്ല. അപ്പം R=Aയിൽ സിഗ്മ ആർ ആറും സിഗ്മ തീറ്റയും ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര വന്നു, 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വന്നു. അതുപോലെ തന്നെ അറ്റ് ബിയിൽ സിഗ്മ ആർ ആറും സിഗ്മ തീറ്റയും ആഡ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ എന്ത് തന്നെ കിട്ടി, 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അവിടെ സിഗ്മ ആർ ആറും സിഗ്മ തീറ്റ ഇൻഡിവിജ്വലി എന്ത് ചെയ്തു, വേരിയേഷൻ ഉണ്ടായി. സിഗ്മ ആർ ആർ 0 ആയിരുന്നു, ബിയിലെത്തിയപ്പോൾ സിഗ്മ ആർ ആർ വേരി ചെയ്തു, പുതിയൊരു വാല്യൂയിലെത്തി. അതുപോലെ സിഗ്മ തീറ്റ ഇവിടെ 100 ആയിരുന്നപ്പോൾ ഇവിടെ ബിയിലെത്തിയപ്പോൾ സിഗ്മ തീറ്റയുടെ വാല്യൂ എന്തായി, 0. ഇത് ഹൈപ്പോത്തറ്റിക്കലാണ് പറയുന്നത്, ഇതല്ല ആക്ച്വലായിട്ട് വരുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ ഏത് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും അവിടെ സിഗ്മ ആർ ആറിൻ്റെയും സിഗ്മ തീറ്റയുടെയും സമ്മേഷൻ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആർ ആയിരിക്കും. ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. കാരണം ഏത് പോയിന്റിൽ ആർ ഡിസ്റ്റൻസ് മാറി ആർ ഡിസ്റ്റൻസ് ഉള്ള ഏതൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും ആ പോയിന്റിലെല്ലാം ഇതിൻ്റെ സമേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ഈസ് ഇവാലുവേഷൻ ഓഫ് കോൺസ്റ്റൻറ്റ് എ ആൻഡ് സി ഫോർ എ തിക് സിലിണ്ടർ. അപ്പോൾ ഓൾറെഡി ഈ ഇക്വേഷനകത്തിൽ നമ്മളിവിടെ കോൺസ്റ്റൻസിൻ്റെ കാര്യം പറഞ്ഞു. എ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്, 2C എന്ന് പറയുന്ന കോൺസ്റ്റൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഇവാലുവേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫിഗർ, ഇത് നേരത്തെ ഞാൻ ആക്സിയോമെട്രി പ്രോബ്ലം പഠിപ്പിച്ചപ്പോൾ കാണിച്ചിരിക്കുന്ന ഫിഗറാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞത് എന്താണ്, തിക് സിലിണ്ടർ സബ്ജക്റ്റഡ് ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രഷർ. ഇൻറ്റേർണലും എക്സ്റ്റേണലായിട്ട് ഒരു പ്രഷർ ആക്ട് ചെയ്യുന്ന ഒരു തിക് സിലിണ്ടറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റേർണലായിട്ടൊരു പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്, അതിനെ ഞാൻ PA എന്ന് നെയിം ചെയ്തു. എക്സ്റ്റേണലായിട്ടൊരു പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്, അതിനെ PB എന്ന് നെയിം ചെയ്തു. അതിൻ്റെ സൈഡ് വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അകത്ത് ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് PAയും ഔട്ട്സൈഡിൽ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് PBയുമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇന്നർ ഡയമീറ്റർ, ഈ ഒരു തിക് സിലിണ്ടറിൻ്റെ ഇന്നർ ഡയമീറ്റർ A ആയിട്ട് എടുത്തു, ഔട്ടർ ഡയമീറ്റർ B ആയിട്ട് എടുത്തു. ഓക്കെ, അത് തന്നെയാണ് ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ ഇന്നർ സർഫസ് വരെ Aയും അതിൻ്റെ ഔട്ടർ സർഫസിലുള്ള റേഡിയസും എന്താണ്, B ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെ ബൗണ്ടറി കണ്ടീഷൻ ഡിഫൈൻ ചെയ്യാം. ബൗണ്ടറി കണ്ടീഷൻ ഡിഫൈൻ ചെയ്താണ് നമ്മൾ എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്, A എന്ന് പറയുന്ന കോൺസ്റ്റൻ്റെയും അതുപോലെ C എന്ന് പറയുന്ന കോൺസ്റ്റൻ്റെയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യം നമുക്ക് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എഴുതാം. നമുക്കറിയാം സ്ട്രെസ് ഇൻ തിക് സിലിണ്ടർ എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻ തിക് സിലിണ്ടർ എന്തായിരുന്നു രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഇക്വേഷൻ ഓർത്ത് വെക്കാം. സിഗ്മ ആർ ആർ ഈസിക്കൽ ടു A ഡിവൈഡഡ് ബൈ R² പ്ലസ് 2C സിഗ്മ തീറ്റ ഈസിക്കൽ ടു, ഈ സെയിം ഇക്വേഷൻ ആണ് എക്സെപ്റ്റ് എന്തുണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ടെന്നേ ഉള്ളൂ, മൈനസ് ഓഫ് A ഡിവൈഡഡ് ബൈ R² പ്ലസ് 2C. ഓക്കെ, ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഇക്വേഷനകത്തുള്ള A എന്ന് പറയുന്ന കോൺസ്റ്റൻ്റെയും ഈ C എന്ന് പറയുന്ന കോൺസ്റ്റൻ്റെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഈ ഇക്വേഷനകത്തിൽ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് വാല്യൂവും C എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് വാല്യൂവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ് അല്ലേ. അപ്പം ബൗണ്ടറി കണ്ടീഷൻസ് എന്തൊക്കെ നമുക്ക് പറയാം. അറ്റ് R ഈസിക്വൽ ടു A സിഗ്മ ആർ ആർ ഈസിക്വൽ ടു, അപ്പോൾ ഈ ഫിഗർ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പം R ഈസിക്വൽ ടു A എന്ന് പറഞ്ഞാൽ ഏത് സർഫസാണ്, ഇന്നർ സർഫസാണ് അല്ലേ. ഇതാണ് R ഈസിക്വൽ ടു A എന്ന് പറയുന്ന സർഫസ് അല്ലേ. അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, PA ആണ്. ഏത് ഡയറക്ഷനിലാണ് PA ആക്ട് ചെയ്യുന്നത്, റേഡിയൽ ഡയറക്ഷനിലാണ് PA ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ റെസിസ്റ്റ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്, റേഡിയൽ സ്ട്രെസ് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് പ്രഷർ. ഇവിടെ എത്രയാണോ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ പ്രഷറിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ റെസിസ്റ്റ് ചെയ്യുന്ന റേഡിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. ഒരു സിഗ്മ ആർ ആർ ഈസിക്വൽ ടു അറ്റ് R ഈസിക്വൽ ഒരു സിഗ്മ ആർ ആർ എന്ന് പറയുന്നത് എന്താവണം, മൈനസ് ഓഫ് PA ആയിരിക്കണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ RRൻ്റെ വാല്യൂ നമുക്ക് എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ ഫസ്റ്റ് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പറയാം therefore ഇക്വേഷൻ 1 ഇംപ്ലൈസ് അല്ലേ സിഗ്മ ആർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് ഓഫ് PA ആണ് അല്ലേ. മൈനസ് ഓഫ് PA ഈസിക്കൽ ടു A ഡിവൈഡഡ് ബൈ, പിന്നെ ഇവിടെ നമുക്ക് R² എന്ന് എഴുതാൻ പറ്റുമോ, ഇല്ല. കാരണം നമ്മൾ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ, ആറിൻ്റെ വാല്യൂ എന്തായി,
എ ആയി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് 2c. ഇക്വേഷൻ നമ്പർ 3 എന്ന് നെയിം ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് അറ്റ് ആർ ഈസ് ഈക്വൽ ടു ബി. ആർ ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ സർഫസ് ആണ്. അവിടെ എന്താണ് സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ എന്നാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എഗെയിൻ നമുക്ക് ആ ഫിഗർ ഒന്നുകൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഔട്ടർ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണ്? PB ആണ് അല്ലേ. അങ്ങനെ ഔട്ടർ സർഫസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരണം? -PB വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദെയർഫോർ ഇക്വേഷൻ 1 ഇംപ്ലൈസ്, ഇക്വേഷൻ 2 അല്ല, ഇത് നമ്മൾ ഏതിൻ്റെ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ ആണ്. അപ്പം രണ്ടും നമ്മൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ബൗണ്ടറി കണ്ടീഷൻ രണ്ടും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? ദാറ്റ് സിഗ്മ ആർ ആർ ഈസ് ഈക്വൽ ടു -PB. അപ്പം ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രഷറിൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് രണ്ടിൻ്റെയും നേച്ചർ എന്തായിട്ട് വന്നത്? നെഗറ്റീവ്. ഇത് പോസിറ്റീവ് അല്ല, സോറി, ഇത് രണ്ടും എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, കാരണം സിഗ്മ ആർ ആർ എന്ന് പറയുന്നത് എന്താണ്? അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രഷറിൻ്റെ നേരെ ഓപ്പോസിറ്റ് നേച്ചറാണ് അല്ലേ. അപ്പോൾ അപ്ലൈ ചെയ്യുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അതിന് റെസിസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് -PB ഈസ് ഈക്വൽ ടു -A ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ എന്താണ്? B ആണ്. അപ്പം B സ്ക്വയർ പ്ലസ് 2c. ഇക്വേഷൻ നമ്പർ 4. ഇനി ഈ രണ്ട് ഇക്വേഷൻസോട് നമുക്കൊന്ന് സോൾവ് ചെയ്യാം. ഈ രണ്ട് ഇക്വേഷനോട് സോൾവ് ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു ടേം എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ 2c എന്ന് പറഞ്ഞ ടേം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം അല്ലേ. അതാണ് സിമിലറായിട്ട് വരുന്ന ടേം. അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഇക്വേഷനോടെ സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ 3 - ഇക്വേഷൻ 4 ഇംപ്ലൈസ് -PA പ്ലസ് ആകും PB ഈസ് ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ A സ്ക്വയർ മൈനസ് എന്താവും? മൈനസ് അവിടെ ഇല്ല, ഫസ്റ്റ് ഇക്വേഷനിലാണ് ഇതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ എന്തില്ല? മൈനസ് ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കും ഇതുപോലെ മിസ്റ്റേക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട് കെയർലെസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ. അപ്പം അത് ശ്രദ്ധിക്കുക. ഇത് രണ്ടും എന്താണ്? ഫസ്റ്റ് ഇക്വേഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തില്ല? മൈനസ് ഇല്ല. അതുകൊണ്ട് രണ്ടും എന്താണ്? പ്ലസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പം A ഡിവൈഡഡ് ബൈ B സ്ക്വയർ. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് -PA പ്ലസ് PB ഈസിക്കൽ ടു രണ്ടിടത്ത് കോമൺ ഏതെടുക്കാം? നമുക്ക് A കോമൺ എടുക്കാം. A പോയി കഴിഞ്ഞാൽ ബാക്കി എന്താണ്? 1/A സ്ക്വയർ മൈനസ് 1/B സ്ക്വയർ. അപ്പോൾ LCM എടുക്കുമ്പോൾ എങ്ങനെ വരും? B സ്ക്വയർ മൈനസ് A സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ A സ്ക്വയർ B സ്ക്വയർ. ഇതിൽ നമുക്ക് എയുടെ വാല്യൂ എഴുതാമല്ലോ. ദെയർഫോർ A ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് A ഈസ് ഈക്വൽ ടു -PA പ്ലസ് മൈനസ് നമ്മൾ വെളിയിലെടുത്തു. അപ്പം രണ്ടാമത്തെ ടൈം എന്തായിപ്പം? മൈനസ് ആവും. -PA മൈനസ് PB ഇൻറ്റു A സ്ക്വയർ B സ്ക്വയർ ഡിവൈഡഡ് ബൈ B സ്ക്വയർ മൈനസ് A സ്ക്വയർ. ഓക്കെ, ഇതാണ് കോൺസ്റ്റൻറ്റ് എയുടെ വാല്യൂ. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോൺസ്റ്റൻറ്റ് സിയുടെ വാല്യൂ ഇടാം. അപ്പോൾ എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇക്വേഷനകത്തുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഈ എയുടെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും? 2cയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെയർഫോർ ഇക്വേഷൻ 1 ഇംപ്ലൈസ് ഇക്വേഷൻ 3 ഇംപ്ലൈസ് -PA ഈസ് ഈക്വൽ ടു A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. -PA മൈനസ് PB ഇൻറ്റു A സ്ക്വയർ B സ്ക്വയർ ഡിവൈഡഡ് ബൈ B സ്ക്വയർ മൈനസ് A സ്ക്വയർ ഡിവൈഡഡ് ബൈ B സ്ക്വയർ മൈനസ് A സ്ക്വയർ. ഓൾറെഡി ആ ഇക്വേഷനകത്ത് എന്തുകൂടെ ഉണ്ട്? ഒരു R സ്ക്വയറൂടെ ഉണ്ട്. ദാറ്റ് ഈസ് R സ്ക്വയർ. ഓക്കെ, പ്ലസ് എന്താണ്? 2c. അപ്പോൾ നമുക്ക് 2c ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 2c ഈസ് ഈക്വൽ ടു ഇത് എങ്ങോട്ട് പോകണം? റൈറ്റ് സൈഡിലേക്ക് പോകണം. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അതെങ്ങനെ വരും? -PA പ്ലസ് മൈനസ് ഇവിടോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പം PA മൈനസ് PB ഇൻറ്റു B സ്ക്വയർ ഡിവൈഡഡ് ബൈ B സ്ക്വയർ മൈനസ് A സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം ഇവിടെ R സ്ക്വയർ അല്ല, നമ്മൾ ഏത് ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? മൂന്നാമത്തെ ഇക്വേഷനിലെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്? A സ്ക്വയർ ആണ്. ഇത് R സ്ക്വയർ അല്ല, ഇത് A സ്ക്വയർ ആണ്. അപ്പം A സ്ക്വയർ പ്ലസ് 2c.
ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? ഈ എ സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് PA മൈനസ് PB ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2C ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് PA ബി സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് പ്ലസ് PA എ സ്ക്വയർ പ്ലസ് PA ബി സ്ക്വയർ മൈനസ് PB ബി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ദാറ്റ് ഈസ് 2C ഈസ് ഈക്വൽ ടു ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? ഈ രണ്ട് ടേമും ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ബാക്കി എന്ത് വരും? ദാറ്റ് ഈസ് PA എ സ്ക്വയർ മൈനസ് PB ബി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് ഇപ്പം നമ്മൾ എന്തിനാണ് കണ്ടുപിടിച്ചത്? എയുടെയും 2Cയുടെയും വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അത് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഏതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം? സിഗ്മ RRൻ്റെയും സിഗ്മ തീറ്റയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിഗ്മ RR ദെയർഫോർ ഇക്വേഷൻ 1 ഇംപ്ലൈസ് സിഗ്മ RR ഈസ് ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്നായിരുന്നു അല്ലേ? അപ്പം എയുടെ വാല്യൂ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ്? മൈനസ് ഓഫ് PA മൈനസ് PB ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ മൈനസ് എ. ഇതാണ് എയുടെ വാല്യൂ. ഇതിനകത്തിൽ എന്തുകൂടെ ഉണ്ട്? ഡിവൈഡഡ് ബൈ ഒരു R സ്ക്വയറും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തുകൂടെ വരും? R സ്ക്വയർ പ്ലസ് 2C ആണ് അല്ലേ? 2Cയുടെ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ്? PA എ സ്ക്വയർ മൈനസ് PB ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതാണ് സിഗ്മ RRൻ്റെ ഇക്വേഷൻ. ഇത്രയും ലെങ്തി ആയിട്ടൊരു ഇക്വേഷനാണ് നിങ്ങൾക്ക് ഫൈനലി കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഇത് വെച്ചിട്ട് ഈ പ്രൊസീജിയർ അറിയാമെങ്കിൽ, ഇപ്പം ഞാൻ ഈ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത പ്രൊസീജിയർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് സെക്കൻഡ് ഇക്വേഷനകത്തിലേക്ക് നമുക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ ദാറ്റ് ഈസ് സിഗ്മ തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ്. അപ്പം ഇതിപ്പോൾ എന്തായിട്ട് മാറി? മൈനസ് എന്ന് പറയുന്നത് പ്ലസ് ആവും. ബാക്കിയെല്ലാം ടേമും എന്താണ്? സെയിം ആണ്. ദാറ്റ് ഈസ് PA മൈനസ് PB ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു R സ്ക്വയർ പ്ലസ് PA എ സ്ക്വയർ മൈനസ് PB ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതാണ് സിഗ്മ തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ.